അടൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജോയലിന്റെ മരണത്തിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ കുടുംബം ഒരുങ്ങുന്നു. പോലീസ് മർദ്ദനമാണ് ജയിലിന്റെ മരണത്തിന് കാരണമെന്ന് കുടുംബം ആരോപിക്കുന്നു. മകൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളായതുകൊണ്ട് ഒരു വട്ടം കൂടി CPM നേതൃത്വത്തിന് പരാതി കൊടുക്കുമെന്നും പിതാവ് ജോയിക്കുട്ടി 24നോട് പറഞ്ഞു. പൂർണ്ണമായി ഞാൻ തള്ളിക്കളയും. കാരണം പറഞ്ഞാൽ എൻ്റെ മോന് പാർട്ടിയിലെ DYFൻ്റെ അടൂരിൻ്റെ മേഖലാ സെക്രട്ടറിയാണ്. അതിനുള്ള അവൻ മരിച്ചപ്പോൾ അതിൻ്റെ ആദരാഞ്ജലി വെച്ചുള്ള ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ മരിച്ചപ്പോൾ അവരവരുടെ പതാക പുതപ്പിച്ച് അവർ മരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. ഭരണത്തിൻ്റെ അവരുടെ പതാക പിന്നെ എന്തിനിട്ടു? പാർട്ടിക്കാരനല്ലെങ്കിൽ എന്തിനിട്ടു? അടൂർ CPMൻ്റെ ചില കാര്യങ്ങൾ പുറത്തു വരുമെന്നുള്ള കണക്കൂട്ടിക്കൊണ്ട് തന്നെയാണ് അവനെ പോലീസിനെ കൊണ്ട് പറയിപ്പിച്ച് ഈ പറയുന്ന ബിജു അന്ന് CA എന്ന് ബിജു എൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ മോൻ്റെ കാറ് എടുക്കാൻ ചെന്നപ്പോൾ ജാമ്യത്തിലെടുക്കാൻ ചെന്നപ്പോൾ അയാൾ എന്നെ വിളിച്ചിരുത്തി എന്നോട് സംസാരിച്ചാൽ ഞാൻ നിരപരാധിയാണ്, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ഹൈക്കോടതി കേസ് ഫയൽ ചെയ്യും. അതുപോലെ അടൂർ എൻ്റെ സഹോദരി കൊടുത്ത കേസിൽ അത് അവിടെ അവരെ 5 പേരെ അടുത്ത മാസം 29-ാം തീയതിക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഇവരെ സർവീസിൽ നിന്നും മാറ്റണം, ഇവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം, കൊലക്കുറ്റത്തിന് കേസെടുക്കണം ഇവരുടെ പേര്. സർക്കാർ ഇവരുടെ കൊലക്കുറ്റം. ഞാൻ എൻ്റെ 16 വയസ്സ് മുതൽ 29 വയസ്സ് വരെ പാർട്ടിക്ക് വേണ്ടി പൂർണ്ണമായി അവൻ ജീവിച്ച ഒരു വ്യക്തിയാണ്. ജയശങ്കർ ചേരുന്ന വിവരങ്ങളുമായി. ജയശങ്കർ, ശരിക്കും ഇദ്ദേഹം പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് പ്രോപ്പറായിട്ടുള്ള ഒരു അന്വേഷണം നടക്കാതെ പോയത്? ഗുഡ് മോർണിംഗ് SK. എന്തായാലും ഈ ജോയലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ കുടുംബം വീണ്ടും ആരോപിക്കുകയാണ്. ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കുമെന്നാണ് പിതാവ് ഇപ്പോൾ 24നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഉടൻ തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീണ്ടും ഹൈക്കോടതിയിൽ ഹർജി നൽകും. മുമ്പ് ഹൈക്കോടതിയെ സമീപിച്ച് ഒരു അന്വേഷണമൊക്കെ ഈ വിഷയത്തിൽ നടത്തിയതാണ്. പക്ഷേ ആ അന്വേഷണത്തിൽ നിന്നും തന്നെ നീതി ലഭിച്ചില്ല എന്നാണ് പിതാവ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ CPMന്റെ പ്രാദേശിക നേതൃത്വം ഈ ജോയൽ പാർട്ടി പ്രവർത്തകനായിരുന്നില്ല, പാർട്ടിയുമായി ബന്ധമുണ്ടായിരുന്നില്ല, 2013 അച്ചടക്ക നടപടിയെടുത്ത് പുറത്താക്കിയെന്ന ഒരു വിശദീകരണമൊക്കെ നൽകിയിരുന്നു. എന്നാൽ അത് പിതാവ് തള്ളുകയാണ്. മകൻ പാർട്ടി പ്രവർത്തകൻ തന്നെയായിരുന്നു, പാർട്ടിക്ക് വേണ്ടി സജീവമായിട്ടുണ്ടായിരുന്നു. മരിച്ച ഘട്ടത്തിൽ പാർട്ടിയുടെ പതാകയൊക്കെ പുതച്ച് മുദ്രാവാക്യം വിളിച്ചാണ് മകനെ ചിതയിലേക്ക് കൊണ്ടുപോയത്. പാർട്ടി പ്രവർത്തകനല്ലായിരുന്നെങ്കിൽ എന്തിന് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പാർട്ടി പ്രവർത്തകർ ചെയ്തു എന്നൊരു ചോദ്യമാണ് എന്തായാലും നിലവിൽ പിതാവ് ചോദിക്കുന്നത്. പാർട്ടിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. വീണ്ടും ഒരു വട്ടം കൂടി പാർട്ടി പ്രവർത്തകൻ പാർട്ടി അനുഭാവിയായതിനാൽ നേതൃത്വത്തെ സമീപിക്കുമെന്നും ആ പിതാവ് വളരെ വിഷമത്തോടു കൂടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഹൈക്കോടതിയെ സമീപിക്കുകയും ഒപ്പം തന്നെ നിലവിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു അന്യായം ഇദ്ദേഹത്തിൻ്റെ സഹോദരി ഫയൽ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിയമപരമായ തുടർ നടപടികളും മുന്നോട്ട് പോകുമെന്നാണ് നിലവിൽ പിതാവ് പറയുന്നത്. ഒപ്പം തന്നെ ഈ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ 4ഓളം ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കുടുംബത്തിൻ്റെ ആക്ഷേപം. ഈ 4 പേർക്കെതിരെയും കൊലക്കുറ്റം ചുമത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം വേണമെന്നൊരാവശ്യം മകൻ നഷ്ടപ്പെട്ട് 5 വർഷം പിന്നിടുമ്പോഴും ഈ പിതാവ് ഉന്നയിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട തുടർ നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് പിതാവുള്ളത്. കാരണം പാർട്ടി നിർദ്ദേശമനുസരിച്ച് ചില തട്ടിപ്പ് കേസുകൾ, അടൂരുമായി ബന്ധപ്പെട്ട ചില തട്ടിപ്പ് കേസുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് മകനെ ഇത്തരത്തിൽ പോലീസിന് ഉപയോഗിച്ച് പാർട്ടി നിർദ്ദേശപ്രകാരം CPM നിർദ്ദേശപ്രകാരം തല്ലിച്ചതച്ചത് എന്നൊരു ആക്ഷേപമാണ് ഈ ജോയലിൻ്റെ പിതാവ് എന്തായാലും നടത്തുന്നത്. ഗുരുതര ആക്ഷേപമാണ്. CPM സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. 1ാം പിണറായി സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഈ ജോയലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും മർദ്ദിക്കുകയും ഉൾപ്പെടെ ചെയ്യുന്നത്. അന്ന് തന്നെ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകി. പക്ഷേ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഈ പത്തനംതിട്ടയിലെ കേസുകളിലൊക്കെ വരുമ്പോൾ SK അതിലെല്ലാം പ്രധാന കാരണം ഈ CPMുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് പോലീസ് മർദ്ദനം ഉണ്ടായത്. പക്ഷേ CPM സർക്കാർ തന്നെ അധികാരത്തിൽ വന്നിട്ട് പോലും ഇതിനൊന്നും കുറ്റക്കാരായ ഒരു ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. എന്തായാലും ജോയലിന്റെ പിതാവ് നിയമവഴിയിലാണ്. ആ നിയമവഴിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. SK ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.